ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇതിപ്പോൾ പുതിയൊരു വീഡിയോ, ഈ ആഴ്ചത്തെ ഹോൾഡിങ്സ് എൻ്റെ പോർട്ട്ഫോളിയോ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. സെപ്റ്റംബർ 20. കഴിഞ്ഞ ഒരാഴ്ച എന്തായി? കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് 1 പോയിൻറ്റ് സംതിങ് ലോസ് ആയിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളതൊന്നും നമ്മൾ കെയർ ചെയ്യുന്നില്ല. കാരണം നമ്മളെന്തായാലും ഇട്ട പൈസ പ്രശ്നമില്ലാത്ത പൈസയാണല്ലോ നമ്മൾ ഇട്ടേക്കണേ. 1500 രൂപ വെച്ചാണല്ലോ ഓരോ മാസം ഇടുന്നത്. അപ്പോൾ അത് പിന്നെ അതിനെക്കുറിച്ച് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് പോയോ വന്നോ കൂടിയോ ഇല്ല, എന്തായാലും നമുക്ക് കിട്ടാൻ ലാഭമാണ്. നമുക്കൊരു 1 രൂപ കിട്ടിയാലും ലാഭമാണ്. അത് പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ പോട്ടെ എന്ന് വെച്ചുള്ള പൈസ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിക്കാം. അങ്ങനെയാണ്. 0.64 മൈനസാണ് ഇപ്പോൾ നമ്മുടെ എമൗണ്ട്. നോക്കണ്ടേ, നമ്മൾ എമൗണ്ടിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചെറിയ ക്യാഷാണ് ഇടുന്നത്, 1500 രൂപ വെച്ച്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് നോക്കിയാൽ മതി. 1500 എത്ര പെർസെൻറ്റേജ് കിട്ടുന്നതെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഒരു വർഷമൊക്കെ ആകുന്നതിന് എത്രയാണെന്നൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ നേരത്തെ -1 ആയിരുന്നു, ഇപ്പോൾ പോയിൻറ്റ് സംതിങ് ആയി, -64 സംതിങ് ഉള്ളൂ മൈനസ്. ഇപ്പോൾ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ പ്രകാശ് പൈപ്പ് കഴിഞ്ഞ ആഴ്ചയും മൈനസായി താഴോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. എന്തായാലും അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ഷെയറിൽ ഒരാഴ്ച വാങ്ങുന്നുള്ളൂ, അല്ല ഒരു മാസം ഒരു ഷെയറിൽ വാങ്ങുന്നുള്ളൂ ഓരോ മാസം. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ, അതെപ്പോഴേലും കയറുമ്പോൾ കയറിക്കോളും. ബാക്കിയുള്ള ഷെയറുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോൾ കാസ്ട്രോൾ മൈനസിട്ടാണ് പോകുന്നത്. പ്രശ്നം ഇപ്പോൾ മൈനസാണ്. ബാക്കി 4 സ്റ്റോക്ക് പ്ലസ്സാണ്. നിഫ്റ്റി ബീസ്, നിഫ്റ്റി ഗോൾഡ്, സിൽവർ, പിന്നെ നമ്മൾ സിർമ കുറച്ചുകൂടി ലാഭമായിരുന്നു നേരത്തെ, ഇപ്പോൾ കുറച്ച് കുറഞ്ഞാന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ ഓൾറെഡി ലാഭമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഈ പ്രകാശ് പൈപ്പൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. കാസ്ട്രോ ശ്രദ്ധിക്കേണ്ട മീൻസ് അടുത്ത തവണയും നമുക്ക് മൈനസായാലും പ്രശ്നമില്ല, അപ്പോൾ നമുക്ക് വാങ്ങാമല്ലോ. മൈനസാവുന്ന സ്റ്റോക്കുകളാണ് ഞാൻ മിക്കപ്പോഴും വാങ്ങുന്നത്. ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യും, അങ്ങനെയാണ്. കാരണം ഞാനിപ്പോൾ ഇൻ കേസ് ഇപ്പോഴാണ് ഒരു 1500 രൂപ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ, അപ്പോൾ നമ്മൾ ഇത് പ്രകാശ് പൈപ്പ് വാങ്ങും, കാസ്ട്രോൾ വാങ്ങും, നിപ്പോൺ വാങ്ങും, അങ്ങനെയാണ് വാങ്ങി തുടങ്ങുള്ളൂ. ഇങ്ങനെ കുറഞ്ഞേക്കണമെന്ന് വെച്ചാണ്, ലാഭം കുറവുള്ള വെച്ചാണ് വാങ്ങി തുടങ്ങുള്ളൂ. സിർമ ഗോൾഡൊന്നും നമ്മൾ ആദ്യം വാങ്ങില്ല, സിൽവറൊക്കെ ഇല്ലാത്തവണയും നമ്മൾ ഇപ്പം തന്നെ 2 ഷെയർ വാങ്ങി. നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ കൂടി തന്നെയാണ്, ഒരിക്കലും കുറയുന്നില്ല. എപ്പോഴും കൂടി തന്നെ പോകുന്ന ഇതാണ് സിൽവർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു മാസത്തെ പ്രകാശ് പൈപ്പ് കഴിഞ്ഞ് ഈ വീക്കിൽ നോക്കട്ടെ. 1 വീക്കായിട്ട് മൈനസാണ്. 1% മൈനസ്, 1.75% മൈനസ് പോയിട്ടുണ്ട് പ്രകാശ് പൈപ്പ്. ഓക്കെ, നോക്കാം നമുക്ക് എത്ര വരും പോകും നോക്കാം. ഒരു ഷെയറിൽ വാങ്ങുന്നുള്ളൂ, അപ്പോൾ വിഷയമില്ല. കാസ്ട്രോൾ നോക്കാം. കാസ്ട്രോൾ കഴിഞ്ഞ ആഴ്ച 2% കൂടി. ഓക്കെ, കാസ്ട്രോൾ അപ്പോൾ ഇനിയിപ്പോൾ എന്നാലും നമുക്ക് വാങ്ങാം. അടുത്ത ആഴ്ച കുറേ നോക്കട്ടെ, വേറെ എന്തെങ്കിലും പുതിയ സ്റ്റോക്ക് കിട്ടുവാണെങ്കിൽ അതും ഒരെണ്ണം കൂടെ ആഡ് ചെയ്യും. ഒരുപാട് സ്റ്റോക്ക് ഉണ്ടോ, അത്യാവശ്യം 7 സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. എന്തായാലും നമ്മൾ ഓരോ സ്റ്റോക്കിൽ ഒരു മാസം ഒരു സ്റ്റോക്കിലോ ഒരെണ്ണം വാങ്ങുള്ളൂ എന്ന് അത് ഉറപ്പാണ്. ഒരു മാസം പ്രകാശ് പൈപ്പ് ഒരെണ്ണം വാങ്ങുള്ളൂ ഞാൻ, കാസ്ട്രോൾ ആണെങ്കിലും ഒരെണ്ണം വാങ്ങുള്ളൂ, നിഫ്റ്റി ബീസ് ആണെങ്കിലും ഒരെണ്ണം വാങ്ങുള്ളൂ, ഗോൾഡ് ആണെങ്കിലും ഒരെണ്ണം വാങ്ങുള്ളൂ. എല്ലാ സ്റ്റോക്കിലും നമ്മൾ ഡിവൈഡായിട്ടാണ് ഇടുന്നത്, അതുകൊണ്ട് അതൊക്കെ. പിന്നെ ബാങ്ക് നോക്കട്ടെ. ബാങ്ക് 1 വീക്ക് ബാങ്കും കുറച്ച് കയറിയിട്ടുണ്ട്, 1% കയറി ടോട്ടലി. അപ്പോൾ ഈ ആഴ്ച പിന്നെ അത്യാവശ്യം എല്ലാ സ്റ്റോക്കും കയറി. ഗോൾഡ് ഈ ആഴ്ച എങ്ങനെയായിരുന്നു നോക്കട്ടെ, കുറവായിരിക്കും. ഗോൾഡ് ചെറിയൊരു രീതി കുറഞ്ഞു. സിൽവർ എന്തായാലും കൂടുതലായിരിക്കും, എല്ലാ ആഴ്ചയും സിൽവർ കൂടുകയാണ്. സിൽവറും ചെറുതായിട്ട് കുറഞ്ഞല്ലേ. ഓക്കെ, സിർമ ചെറുതായിട്ട് കൂടി. ഓക്കെ, പ്രകാശ് പൈപ്പാണ് കുറച്ച് കുറഞ്ഞേക്കണേ. അപ്പം നമ്മൾ